ബഹുമാനപ്പെട്ടതായിരിക്കുന്ന അഹ്ലു ബൈത്ത്, ആ അഹ്ലു ബൈത്താണ് നമുക്ക് എന്നും നമ്മളുടെ രക്ഷയ്ക്ക് മാർഗം, നമ്മൾക്കുള്ള വിജയത്തിന്റെ മാർഗം അഹ്ലു ബൈത്താണ്. അവർ നമ്മൾ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും അവരുടെ ഉപദേശങ്ങൾ നമ്മൾ സ്വീകരിച്ച് നടക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. തങ്ങൾ പറഞ്ഞു, അഹ്ലു ബൈത്തി ഫീകും കസഫീനത്തി നൂഹ്, എന്റെ അഹ്ലു ബൈത്ത് അത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ പോലെയാണ്. ആ കപ്പലിൽ കടന്നവരാണ് രക്ഷപ്പെട്ടത്, അതിനെ തൊട്ട് അകന്നവർ അതാ മുങ്ങി ഹലാക്കായി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അഹ്ലു ബൈത്തിനെ സ്നേഹിച്ച് ബഹുമാനിച്ച് അവരോടുകൂടെ വന്ന് ജീവിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ തിരികെ സംസാരിക്കുന്നില്ല. ഇന്ന് മഹാന്മാരായ ഔലിയാക്കളെ അതുപോലെ തന്നെ ഔലിയാക്കന്മാരെ കറാമത്ത് ഇതൊക്കെയും നിന്ദിച്ചിനി കളിയാക്കുന്നതായിരിക്കുന്നവരെ കാലഘട്ടത്താണ് നമ്മൾ നിലകൊള്ളുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു ബഹുമാനിച്ച മഹാന്മാരാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ, അതുപോലെ ഔലിയാക്കന്മാർ, ശുഹദാക്കന്മാർ, ഇതൊക്കെയും അള്ളാഹു ബഹുമാനിച്ചതായിരിക്കുന്ന മഹാന്മാർ. അള്ളാഹു ബഹുമാനിച്ചവരെ നമ്മൾ ബഹുമാനിക്കണം, അവർക്ക് നമ്മൾ സ്ഥാനം നൽകണം, അവരെ നമ്മൾ ആദരിക്കണം. അതുപോലെ തന്നെ അല്ലാഹു തആല ഔലിയാക്കന്മാർക്ക് കറാമത്ത് നൽകിയിട്ടുണ്ട്. ആ കറാമത്ത് അത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഒക്കെയും സ്ഥലപ്പെട്ട വിഷയമാണ്. അതിനെ ഇന്ന് കളിയാക്കുന്നതായിരിക്കുന്ന പരിഹസിക്കുന്നതായിരിക്കുന്ന വിഭാഗം കൊണ്ടുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഔലിയാക്കളാകുമ്പോൾ അള്ളാഹു ബഹുമാനിച്ചവരാണ്. ആ കൂട്ടത്തിലെ ബഹുമാനപ്പെട്ടതായിരിക്കുന്ന റിഫായി ശൈഖ് തങ്ങളവர்கள் അള്ളാഹു വലിയ ബഹുമാനം കൊടുത്തിട്ടുണ്ട്. വളരെയധികം കറാമത്തുകൾ സൃഷ്ടിച്ചതായിരിക്കുന്ന ഒരു മഹാനാണ് ബഹുമാനപ്പെട്ടതായിരിക്കുന്ന റിഫായി ശൈഖ് തങ്ങളവர்கள். ഞങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ട്. എന്നെങ്കിൽ ആ മഹാന്മാരെ ബഹുമാനിച്ച് ആദരിച്ച് നിൽക്കുക എന്നുള്ളത് അത് നമ്മളുടെ രണ്ട് വീട്ടിലുള്ളതായിരിക്കുന്ന വിജയത്തിന്റെ മാർഗമാണ്. അവരെ നിസ്സാരപ്പെടുത്തുന്നത്, അവരെ കളിയാക്കുന്നത്, തമാശയാക്കുന്നത്, അത്രയും ആൾക്കാരോടൊപ്പം കൂടുന്നതൊക്കെയും നമ്മളുടെ നാശത്തിന്റെ വഴിയാണ് എന്ന് നമ്മൾ വളരെ ജാഗ്രതയാക്കണം. അല്ലാഹുവിന്റെ പറഞ്ഞത്, എന്റെ ഒരു വലിയനോട് ആരെങ്കിലും ശത്രുത വെച്ചാൽ അവനോട് ഞാൻ യുദ്ധം കൊണ്ട് പ്രഖ്യാപിക്കുന്നു എന്നാണ് അള്ളാഹു നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ യുദ്ധം, അള്ളാഹു ആ യുദ്ധത്തിന് അയക്കുന്ന സൈന്യം അത് ഏത് വിധത്തിൽ വരുമെന്ന് പറയാൻ സാധ്യമല്ല. ചിലപ്പോൾ കൊടുങ്കാറ്റായിരിക്കും, ചിലപ്പോ വെള്ളം കയറി വരലായിരിക്കും, ചിലപ്പോ കൊറോണ പോലത്തെയായിരിക്കുന്ന രോഗങ്ങളായിരിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ നിസ്സാരപ്പെടുത്തുക, അവരെ പരിഹസിക്കുക, അവരെ കറാമത്തിനെ നിന്ദിക്കുക എന്നുള്ളതൊക്കെയും അത് വലിയ ആപത്തുള്ളതായിരിക്കുന്ന വിഷയമാണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. സഹോദരന്മാരെ, അള്ളാഹു തആല അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് വലിയ മഹത്വം നൽകിയിട്ട് വലിയ ബഹുമാനം നൽകിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, അവര് തൊട്ട സ്ഥലം, അവര് മറപ്പെട്ട് കിടക്കുന്ന സ്ഥലത്തിനിക്ക് വരെ വലിയ ബഹുമാനമുണ്ട്. സിയാറത്തിന് പോയി അവരെ കളിയാക്കുകയും പരിഹസിക്കുകയും നമുക്ക് നമ്മളെ പറയില്ലേ, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്ത് ഇരുന്ന് ദുആ ചെയ്താൽ പോരെ, എന്തിനൊക്കെ സയ്യിദ് മദനി മഖാമിലേക്ക് പോകണോ, അതല്ലെങ്കിൽ വേറെ ഉള്ളതായിരിക്കുന്ന സ്ഥലത്ത് പോകണോ, ഇവിടെ ദുആ ഇരുന്നാ പോരെ എന്നെല്ലാം പറഞ്ഞ് ആൾക്കാരെ നട്ടം തിരിക്കുന്നതായിരിക്കുന്ന വിഭാഗങ്ങളുണ്ട്. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ, അമ്പിയാക്കന്മാർ കടക്കുന്ന സ്ഥലം അത് മറ്റുള്ള സ്ഥലം പോലെയല്ല. ആ സ്ഥലം അള്ളാഹിന്റെ റഹ്മത്തിറങ്ങുന്ന, ബർക്കത്തിറങ്ങുന്ന, അവിടെ വലിയ മഹത്വമുള്ളതായിരിക്കുന്ന സ്ഥലമാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ, അമ്പിയാക്കന്മാർ കിടക്കുന്ന സ്ഥലം. ആ സ്ഥലത്തിനിക്ക് ബഹുമാനം വന്നത് എന്തുകൊണ്ട്? അത് ആ വലിയനിക്ക്, അതല്ലെങ്കിൽ ആ നബിക്ക് ഉള്ളതായിരിക്കുന്ന ബഹുമാനമാണ് ആ സ്ഥലം സമ്പാദിച്ചത്. ഇതുപോലെ എന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ടതായിരിക്കുന്ന ഇബ്രാഹിം മഖാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ ശരീഫ് പണി ചെയ്യുമ്പോൾ രണ്ട് കാല് ഒരു കല്ലിന്റെ മേൽ വെച്ചു. ആ കല്ല് അതിപ്പോ സാധാരണ കല്ലല്ല. ആ കല്ലിനിക്ക് വലിയ മഹത്വമുണ്ട്. ആ കല്ലിനിക്ക് മഹത്വം കിട്ടിയത് എന്തുകൊണ്ടിട്ടാണ്? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ കല്ലിനിക്ക് കാല് വെച്ചത് കൊണ്ട് ആ കല്ല് വലിയ ബഹുമാനം സിദ്ധിച്ചതായി തീർന്നു. മഖാമി ഇബ്രാഹിം. അതുപോലെ തന്നെ
നമ്മൾ ഇന്ന് ഒരു ആട്ടിന്റെ തൊലിക്ക് ഒരു ബഹുമാനവുമില്ല. പക്ഷെ ആ ആട്ടിന്റെ തൊലിയെടുത്ത് ഒരു മുസാഫിലേക്ക് ജിർദാക്കുമ്പോൾ അത് മുസാഫിൽ ചേർന്നിരിക്കുന്നതായിരിക്കുന്ന സമയത്ത് അതെനിക്ക് പിന്നെ ആട്ടിന്റെ തൊലിന്റെ ഹുക്കുമല്ല നിൽക്കുന്നത്. ലാ യമസ്സുഹു ഇല്ലൽ മുതഖറൂൻ. നമുക്ക് മുസ്ഹഫ് അല്ലാഹുവിന്റെ കലാം അതിനെ വുളു ഇല്ലാതെ ശുദ്ധിയില്ലാതെ തൊടാൻ പറ്റൂല. അപ്പോൾ ആ വിധി ആട്ടിന്റെ തോലിനിക്കും അത് ബാധിച്ചു കഴിഞ്ഞു. അത് മുസാഫിലെ ചേർന്ന് നിൽക്കുന്ന സന്ദർഭത്തിൽ അതുപോലെ അല്ലാഹുവിന്റെ മഹാന്മാരായ അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാർ അവർ തൊട്ട് കിടക്കുന്നതായിരിക്കുന്ന സ്ഥലം അതെനിക്കും വലിയ ബഹുമാനം. ആ സ്ഥലം സമ്പാദിച്ചു പോയി അവർ തൊട്ട വസ്തുവകൾ അത് കിട്ടിപ്പോയി സഹോദരന്മാരെ. സ്ഥലം അവർ പാർക്കുന്ന സ്ഥലം അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം അതൊക്കെ റഹ്മത്തിറങ്ങുന്ന സ്ഥലമാണ്, ബർക്കത്തിറങ്ങുന്ന സ്ഥലമാണ്. അത് മറ്റുള്ള സ്ഥലം പോലെയല്ല. അവിടെ പോയി ദുആ എന്നാൽ അവിടെ നമ്മൾ അല്ലാഹുവിനോട് നമ്മൾ ആവശ്യം ചോദിക്കുമ്പോൾ അവിടെ പെട്ടെന്ന് അല്ലാഹു തആല സ്വീകരിക്കാൻ അത് പറ്റിയതായിരിക്കുന്ന സ്ഥലമാണ്, റഹ്മത്തിറക്കുന്ന സ്ഥലമായതുകൊണ്ട്, ബർക്കത്തിറങ്ങുന്ന സ്ഥലമായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നതായിരിക്കുന്ന സ്ഥലത്തെ ആഗ്രഹിച്ചിരുന്നു. ബഹുമാനപ്പെട്ടതായിരിക്കുന്ന ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ബഹുമാനപ്പെട്ടതായിരിക്കുന്ന തന്റെ മകനോട് വിളിച്ചു പറഞ്ഞത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അടുത്ത് പോയിട്ട് എനിക്ക് തങ്ങളും അബൂബക്കർ സിദ്ദീഖും പിന്നെ കിടക്കുന്നതായിരിക്കുന്ന അല്പസ്ഥലം എനിക്ക് വിധിക്കുവോ, എനിക്ക് സമ്മതിക്കുവോ എന്ന് ചോദിക്കണമെന്ന് ബഹുമാനപ്പെട്ടതായിരിക്കുന്ന ആയിഷ ബീബിന്റെ അടുത്തേക്ക് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മകനെ പറഞ്ഞയച്ചതു. ബഹുമാനപ്പെട്ടവർ ആ സ്ഥലം ആഗ്രഹിച്ചതു. അത് വലിയ റഹ്മത്ത് ബർക്കത്തിറങ്ങുന്ന സ്ഥലമാണ് അവർ കിടക്കുന്ന സ്ഥലം. അതുകൊണ്ട് നമ്മൾ ഏതോ സ്ഥലത്ത് പോയി ദുആ ചെയ്യും പോലെയല്ല, ബഹുമാനപ്പെട്ടതായിരിക്കുന്ന മഹാന്മാരായ ഔലിയാക്കന്മാർ അമ്പിയാക്കന്മാർ കിടക്കുന്ന ആ സ്ഥലത്തിന് പോയി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ ദുആക്ക് ഉത്തരം കിട്ടുവാൻ വേണ്ടി എളുപ്പമുള്ളതായിരിക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് ആരും എന്ത് പറഞ്ഞ് നമ്മളെ നട്ടം തിരിക്കുമ്പോൾ നമ്മൾ അതിൽ പെട്ടുപോകരുത്, നമ്മൾ അവരെ ചെല്ലയിൽ പെട്ടുപോകരുത് എന്ന് ഞാൻ ഓർമ്മപ്പെടുന്നു. ഞാൻ പറയുന്നില്ല.